മതിയോടെ കൂടെ പോരി. അപ്പൊ ആസിഫാണ് ഇത് ഞങ്ങളെ ആസിഫാണ്. മൂപ്പരെ മെയിൻ പരിപാടി സൗദി അറേബ്യയിലായാലും തണ്ണി അടിക്കാൻ ആള് ഭയങ്കര ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങളെ തണ്ണി അടിക്കുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ മെച്ചം, അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഈ സൗദി അറേബ്യയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് സമയം കണ്ടെത്തുന്നത്? തസ്ലീം എന്ന വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ അതൊരു എൻജോയ്മെന്റ് ആയിരിക്കും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. തണ്ണിയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗാലനിൽ വെള്ളമാക്കി ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുകൊടുക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നിൽക്കുന്നു നോക്കേണ്ട. നാട്ടിലെ ഒരു പൈസ വമ്പൻ പണക്കാരനാണ്, വളരെ വിനയാന്വിതനാണ്. ഇവിടെ സ്വന്തമായി ജിംനേഷ്യം നടത്തുന്ന, റൂമിൽ ജിംനേഷ്യം നടത്തുന്ന ഒരാളാണ്. മസിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് കാണും. കണ്ണൂർ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി വിഭവങ്ങളുമായി പിടിച്ച് നേടിയിട്ടതേ ഉള്ളൂ. മൂപ്പരിപ്പോ അടുക്കളയിലൊക്കെ പോകും. ഞങ്ങൾക്ക് ശ്രദ്ധിക്കുക എന്തൊക്കെ അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നതുള്ള കണ്ണൂർ വിഭവങ്ങൾ എന്താ ഉണ്ടാക്കുന്നതുള്ളത്. അപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് ഇവിടെ പലയിടത്തുമായി പല ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ആളുകളുടെ ഇടയിലൂടെ വിനയാനിതനായി നടക്കുന്ന ഒരു നല്ല ആരോ ഉപയോഗിച്ച തൈരാണത്. ആരതാണ്? ഇല്ലല്ല, അത് പച്ചമുളകല്ല, അതിന് ക്യാപ്സിക്കം എന്ന് പറയും. അരമുറി തേങ്ങ 5 ചെറുനാരങ്ങൾ എടുക്കുന്നത്. അതിന് കൂടെ 5 പച്ചമുളക് 5-6 എടുക്കാൻ പ്രശ്നമില്ല. 5 ചെറുനാരങ്ങ എടുക്കാൻ കാരണം ഫ്രിഡ്ജിൽ 5 ചെറുനാരങ്ങയേ ഉള്ളൂ. അതിനുശേഷം ഒരു കെട്ട് മല്ലിയില എടുക്കുക. മല്ലിയില എടുക്കുക. അപ്പൊ നാളത്തെ ബിരിയാണിക്ക് മല്ലിച്ചപ്പില്ല. അതിനുശേഷം നമ്മളിത് മാറ്റി വെക്കുന്നു. വളരെ പൈശാചികമായ രീതിയിൽ ഈ വിഭവങ്ങളെ അരച്ചുടച്ച് ഇവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കഴുകുന്നതൊക്കെ പ്രത്യേകിച്ച് കാണിക്കുന്നത്. അല്ലെങ്കിൽ കഴുകലേ ഇല്ല. വൃത്തിയുള്ള പാത്രത്തിലേക്ക് അതിനെ മാറ്റി വെക്കുന്നു. അതെ, ഈ പാചകക്കാരെ ഭാഷ പറയുകയാണെങ്കിൽ വാങ്ങി വെക്കാം. അത് ക്യാപ്സിക്കം. പച്ചമുളക് കഴുകി വൃത്തിയുള്ള പാത്രത്തിൽ മാറ്റി വെച്ചു. അപ്പോൾ കാണികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനിടയ്ക്ക് ആ വലത്തെ കൈയും ഇടത്തെ കൈയിലെ മസിലുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠവം വളരെ വ്യക്തമാകുന്നതാണ്. സഹചരീകരിച്ച ആ ശരീരത്തിന്റെ ആ മസിലൊന്ന് പിടിക്കൂ, വയറ് തള്ളാതെ. അടുത്തതായി വെട്ടുന്നത് കേബേജാണ്. കേബേജ് വെട്ടുന്നത് 6 വിധമായിട്ടുണ്ട്. വെട്ടുന്നതെന്ന് പറഞ്ഞപ്പോ ഓർമ്മ, മൂപ്പര് കണ്ണൂരുകാരനാണ്. എന്തും വെട്ടാൻ ഇഷ്ടപ്പെടുന്ന, ആരെ കയ്യും കാലും ഒക്കെ വെട്ടുന്നത് പോലെ തന്നെ വളരെ പൈശാചികമായ രീതിയിൽ ആ കേബേജ് ഇപ്പൊ വെട്ടി തീർക്കുന്നതാണ്. ചെറുങ്ങനെ വെട്ടുക. ചെറുത് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റൈൽ. അങ്ങനെ സ്പീഡ് ആക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് മുറിയുന്നൊന്നുമില്ല. സ്പീഡിൽ വെട്ടും. കൈ വെട്ടണോ? ഈ കാണുന്ന കാബേജും ഈ വിഭവങ്ങളെല്ലാം കൂടി അരച്ച് കലക്കി കിട്ടുന്നതിന് സലാഡ് എന്ന് പറയും. എന്നും പച്ചയായ യാഥാർത്ഥ്യങ്ങളെ സ്നേഹിച്ച ആസിഫ് തണ്ണി വേറൊരാൾ ഉറക്കത്തിന് എണീറ്റ് വന്നിരിക്കുന്നുണ്ട്. അതാ വന്ന വഴിക്ക് തിരിച്ചു പോവാണ്. നേരം വെളുത്തോ എന്നറിയാൻ വേണ്ടി എണീറ്റതാണ്. ഇനി നേരം വെളുക്കാൻ ഇനിയും കോഴി കൂവിയിട്ടില്ല. വീഡിയോന്റെ ഹെൽത്തിലാണെങ്കിലും കുറച്ച് തോനെടുത്തോയോ? പഠിക്കാൻ പറ്റുന്ന
ഓക്കെ ഓക്കെ. അത് മിസ്റ്റർ ആസിഫിന് നാട്ടിലേക്ക് പോകുന്ന എന്നോട് നാട്ടിലുള്ളവർക്കായി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് പാചക കലയെ കുറിച്ച്? പാചകം നിങ്ങൾക്കൊരു കലയാണ്. അത് നിങ്ങൾ ആരും കൊലയായി കാണരുത്. അത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഈ വിഭവം ഉണ്ടാക്കി നിങ്ങൾ അത് തന്നെ പരീക്ഷിക്കുന്നതാണ്. TV കാണുന്ന പാചകമല്ല ഇത്. ഇത് സ്വന്തം കയ്യിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു പാചകമാണ്. നിങ്ങൾ ഈ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ക്യാപ്സിക്കം. അത് 3 തരമായി നമ്മൾ വെട്ടി മാറ്റും. ഫസ്റ്റ് അതിന്റെ മുട്ടുകൾ കത്തിയൊരിടത്ത് വെട്ടണം തീർച്ചയായിട്ടും. അത് പാളിപ്പോയി. അത് വന്നു വീണ്ടും അതിനെ 4 വിധമായി പീസാക്കി ചെറുങ്ങനെ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്ത ശേഷം ചെറുങ്ങനെ അതിൽ നിന്ന് നിങ്ങളതിനെ നല്ലൊരു സ്റ്റൈൽ അതിന്റെ രസം കാണുന്നത് ഇതിന് കട്ടിങ് സ്റ്റൈൽ ശ്രദ്ധിക്കുക. കട്ടിങ് വളരെ വളരെ മൃദുലമായ രീതിയിൽ അതിന് പറ്റുക. അത് ഇച്ചിരി മാറ്റി വെക്കുക. വീണ്ടും പകുതി എടുത്ത് ഞങ്ങളതിനെ ഒരു 16 കഷ്ണമായി. അങ്ങനെ എല്ലാം മൃദുലമായി കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ആസിഫിനെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇനിയും ഒരുപാട് അഭ്യാസങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ ഭക്ഷണ സമയമായതുകൊണ്ട് പാചകകല മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ. ഒരുപാട് അഭ്യാസങ്ങൾ, ഒരുപാട് ജിംനേഷ്യം സ്വന്തമായി നടത്തുന്നതാണ് നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഈ കിലോ 14 എന്ന ഈ മരുപ്രദേശത്തിലെ ഒരേ ഒരു മിസ്റ്റർ ഇന്ത്യ എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ആസിഫാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആസിഫിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും ഇനിയും ഒരുപാട് ആളുകളെ കാണേണ്ടതായതുകൊണ്ട് ഇനി അടുത്ത വ്യക്തിത്വങ്ങളിലേക്ക് കടക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും കണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഏകദേശം എല്ലാ വിഭവങ്ങളൊക്കെ അരച്ച് കലക്കി ഒരു പരുവമാക്കി വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇതിനെന്താ നിങ്ങൾ പറയുന്നത്? ഇത് ഞങ്ങൾ പറയുന്നതാണ് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫ്രഞ്ചൻ സ്ലാക്ക് എന്ന് പറയും. ഇതിനെ ഫ്രഞ്ചൻ സ്ലാക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വിഭവമാണ്, ഫ്രഞ്ചൻ സ്ലാക്ക്. അദ്ദേഹം വന്നു, ജനങ്ങൾ വീണോ വേനിപ്പോ ഇതിനെ ബാങ്ക് എന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. അപ്പോ മിസ്റ്റർ ആസിഫ്, അപ്പൊ വീണ്ടും സന്ധിക്കുമാരെ വണക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് തലപ്പിച്ചേരി. എന്ത് തലപ്പിച്ചേരി? തലശ്ശേരിയല്ല. അപ്പോ നല്ല വാഴ്ത്തുക്കൾ.